Alexa, fan on. Okay. Alexa, fan off. Okay. നിങ്ങൾ മടിയുള്ളൊരു കൂട്ടത്തിലാണോ? രാവിലെ എണീറ്റ് ഫാൻ ഓഫ് ചെയ്യാനും ലൈറ്റ് ഇടാനൊക്കെ മടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ മടിയനാക്കുന്ന ഒരു സ്മാർട്ട് ഡിവൈസ് അതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു നമ്മളുടെ വീട്ടിലുള്ള ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും നമ്മളുടെ ഫോണിലൂടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുന്ന ഒരു കിടിലൻ സ്മാർട്ട് പ്ലഗ് അതാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ വിലയും അതോടൊപ്പം തന്നെ വാങ്ങാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് പ്ലഗിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് പ്ലഗ്. ആമസോൺ അലക്സ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഇതിൻ്റെ മേലെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമുക്ക് സ്മാർട്ട് പ്ലഗ് കോൺഫിഗർ ചെയ്യാനുള്ള രണ്ട് തരത്തിലുള്ള കാറ്റലോഗ് ഉണ്ട്. ഒന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റത് അലക്സയുമായിട്ട് എങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്മാർട്ട് പ്ലഗ്. ഇതിന് പിറകിലായിട്ട് നമുക്ക് എത്ര വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു QR കോഡ് ഉണ്ട്. നമ്മുടെ സ്മാർട്ട് പ്ലഗ് കണക്ട് ചെയ്യാണ്. ശേഷം പവർ ഓൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ കഴിയും. ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് പ്ലഗ് കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അലക്സ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിവൈസ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അലക്സയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും ഇവിടെ കാണാൻ കഴിയും. പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ കഴിയും. ജസ്റ്റ് അതിന് മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഡിവൈസ് എന്ന് കാണാൻ കഴിയും. ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ഡിവൈസ് എന്താണോ ആ ഒരു ഡിവൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ. നമ്മളിപ്പോൾ സ്മാർട്ട് പ്ലഗ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്ലഗ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിവൈസ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഓൾറെഡി ഞാനിവിടെ നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, അലക്സ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കോൺഫിഗറേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി ആഡായി വരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്ലഗ് കണക്ട് ചെയ്ത കൂട്ടുകാർ കാണാൻ കഴിയും. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നിങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഡീറ്റെയിൽ കൊടുക്കാം. ആഡ് ടു ഗ്രൂപ്പ്, കണ്ടിന്യൂ കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു പ്ലഗ് നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർജർ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണ് നമ്മൾ സ്മാർട്ട് പ്ലഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അലക്സയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ ഈ ഒരു സ്മാർട്ട് പ്ലഗ് കാണാൻ കഴിയും. ഇവിടെ ഓഫാണ്. ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മൊബൈൽ ഫോണിൽ ചാർജ് കയറുന്നത് കാണാൻ കഴിയും. ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ചാർജ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അലക്സയുടെ കമാൻഡുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്മാർട്ട് പ്ലഗ് നമ്മുടെ OS മുഖാന്തരം എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് റൗട്ടിന് കൊടുക്കാം. ശേഷം മുകളിലുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റർ റൗട്ടിൻ നെയിം എന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് പേരാണോ ഈ ഒരു ഡിവൈസിന് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഞാനിവിടെ പ്ലഗ് എന്ന് കൊടുത്തു. ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഡിവൈസ് OSലൂടെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. അലക്സ പ്ലഗ് ഓൺ. ഇവിടെ ചാർജർ കണക്റ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അലക്സ പ്ലഗ് ഓഫ്. Okay. അലക്സ പ്ലഗ് ഓൺ. Okay. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.